ഞങ്ങളെല്ലാവരും കൂടെ കൂടി കുറച്ച് തിരക്കുള്ളൊരു സിറ്റിയിലേക്ക് പോവാണ്. അവിടെയാണ് പിള്ളേർക്കിടെ ജൂഡോയുടെ ബെൽറ്റ് ചേഞ്ചിങ് സെറമണി നടക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 28 കിലോമീറ്റർ ദൂരമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് സവോണ എന്നാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാളും കുറച്ചും കൂടെ തിരക്കുള്ളൊരു സ്ഥലമാണത്. അങ്ങനെ 1 മണിക്കൂറോളം സഞ്ചരിച്ച് ഞങ്ങൾ സവോണയിൽ എത്തിയിട്ടോ. ബസ്സിൻ്റെ അകത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നൊന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായിരുന്നു. കാരണം തണുപ്പുള്ള സമയത്ത് ബസ്സിൻ്റെ അകമൊക്കെ നന്നായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തലവേദന എടുക്കാൻ തുടങ്ങും. ഹസ്ബൻഡ് ജോലി ചെയ്യണത് ഇവിടെയാണ്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ജൂഡ് നടക്കുന്ന സ്ഥലത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നാക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ പുള്ളിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും പെട്ടെന്നൊരു എമർജൻസി വന്ന കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ നടന്ന് തന്നെ പോകാമെന്ന് കരുതി. ആദ്യം ചെറുതായൊന്ന് സ്ഥലം തെറ്റിയെങ്കിലും പിന്നെ ഞങ്ങൾ ചോദിച്ച് കറക്റ്റ് സ്ഥലത്ത് എത്തി കേട്ടോ. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ ആയിരുന്നു ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് കറക്റ്റ് 3:45 ആകുമ്പോഴത്തേക്കും ഈ സ്ഥലത്ത് എത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. പിള്ളേർ ഇപ്പുറത്ത് വാമപ്പും എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ജസീന്തയും അന്തോണിയും കൂടെ കൂടി ഇവരുടേതായ വാമപ്പും എക്സസൈസസൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ജസീന്തയുടെയും അന്തോണിയുടെയും പുറകെ ഓടി ഓടി എനിക്ക് ഇന്നലെ ഒരു എക്സർസൈസ് ആയിരുന്നു. ലാസ്റ്റ് അവിടെ കണ്ട ഒരു ബെഡൊക്കെ അവിടെ താഴത്തേക്ക് ഇട്ട് ഞാനും അവിടെ ഇരുന്നു. കുഞ്ഞിക്കുട്ടികളെയും കൊണ്ട് വന്നിട്ടുള്ള എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. അപ്പുറത്ത് വേറെയും പിള്ളേരെയും കൊണ്ട് മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ട്. ഫൈനലി ബെൽറ്റ് ചേഞ്ച് ചെയ്യണ സമയമായി. ഇവർക്ക് ഇപ്പോൾ ഉള്ളത് യെല്ലോവും വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ബെൽറ്റ് ആയിരുന്നു. അതിപ്പോൾ ഫുൾ യെല്ലോ ബെൽറ്റാക്കി കിട്ടി. വർഷത്തിലൊരിക്കലാണ് നമുക്ക് ഇതേപോലെ ബെൽറ്റ് ചേഞ്ചിങ് സെറമണി നടക്കാറ്. അത് വർഷത്തിൻ്റെ അവസാനമായിരിക്കും, ഡിസംബർ ആ സമയത്തായിരിക്കും. ഫംഗ്ഷൻ ഏകദേശം തീരാറായെങ്കിലും ഇവരുടെ പരിപാടി ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല കേട്ടോ. ഇവർ പിന്നെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയൊരു സ്നാക്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഡിന്നറും ഉണ്ടായിരുന്നു. പിസ്സയായിരുന്നു കേട്ടോ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഡിന്നർ. അങ്ങനെ ഞങ്ങൾ 11 മണി ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തി. ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.